ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഇവിടെ നമുക്ക് ആരാണ് ബന്ധുവായിട്ടുള്ളത്, ആരാണ് ശത്രുവായിട്ടുള്ളത്? ഇവിടെ ബന്ധുവെന്നോ ശത്രുവെന്നോ തോന്നുന്നത് തന്നിൽ നിന്ന് അന്യമാകുമ്പോഴാണ്. വാസ്തവത്തിൽ തന്നിൽ നിന്നും അന്യമായത് എന്താണ് ഈ ലോകത്തിലുള്ളത്? ഒന്നും വാസ്തവത്തിൽ അന്യം അല്ല. അനന്യമാണ് സർവവും, അന്യമല്ലാത്തതാണ്. ഒരേ വസ്തുവിൽ നിന്നും ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു മാവ്, അതിൽ പഞ്ചസാരയും മറ്റു സാധനങ്ങളും എല്ലാം ചേർത്ത് മാവാക്കി അത് വ്യത്യസ്ത രൂപത്തിലുള്ള അച്ചുകളിൽ ആ മാവ് ഒഴിക്കുന്നു. മുയലിൻ്റെ ആകൃതി, ആനയുടെ ആകൃതി, പട്ടിയുടെ ആകൃതി, നക്ഷത്രത്തിൻ്റെ ആകൃതി, നാണയത്തിൻ്റെ ആകൃതി, ഇത്തരത്തിലുള്ള അച്ചുകളിൽ ഒഴിച്ചു കഴിയുമ്പോൾ ഈ ബിസ്ക്കറ്റുകൾ തമ്മിൽ ഉള്ള ബന്ധം എന്താ? വല്ല ബന്ധവുമുണ്ടോ? ഉണ്ട്, ബന്ധമേ ഉള്ളൂ. കാരണം അവയെല്ലാം ഒരേ മാവിൽ നിന്നും ഉണ്ടായതാണ്. വേറെ വേറെ അച്ചുകളിൽ ഒഴിച്ചതുകൊണ്ട് വ്യത്യസ്തമായ ആകൃതിയും അതിന് ഒരു രൂപം വന്നപ്പോൾ ഒരു നാമവും ഉണ്ടായി. ഒന്ന് മുയൽ, മറ്റൊന്ന് ആന, മറ്റൊന്ന് നായ, മുയൽ, ഇങ്ങനെ പല പേരുകളിൽ പല രൂപങ്ങളുണ്ടായപ്പോൾ ആ രൂപങ്ങൾക്കൊക്കെ ഓരോ പേര് നമ്മൾ കൊടുത്തു. പക്ഷേ വസ്തു ഒന്ന് തന്നെയാണ്, അല്ലേ? എന്നാൽ നാം വ്യത്യസ്തമായി തോന്നപ്പെടുന്ന ഈ വസ്തു ആണ് നമുക്ക് ബന്ധമുള്ളത് എന്നാണ് നാം കണക്കാക്കുന്നത്. പക്ഷേ ഇവ ഒരു ബന്ധവും ഇല്ല. ബന്ധം ഉള്ളത് ആ മാവാണ്. മാവൊന്നാണ് എല്ലാത്തിലും. നാമരൂപങ്ങൾ വ്യത്യസ്തമാണ്. അതുപോലെ ഒരു കവി പറയുകയാണ്, ബന്ധമില്ല ബന്ധുവില്ല സ്വന്തമല്ലൊന്നും, നമ്മൾ കന്ത്യകാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ്. ഒന്നാലോചിച്ച് നോക്കൂ. ബന്ധമില്ല. ഇവിടെ എൻ്റെ എൻ്റെ സഹോദരനാ, എൻ്റെ ഭർത്താവാ, എൻ്റെ ഭാര്യയെ, അതുപോലെ എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, എൻ്റെ കുട്ടിയാണ്. ഇത്തരത്തിലുള്ളതാണ് നാം ഇന്ന് കണക്കാക്കുന്ന ബന്ധങ്ങൾ. ഈ ബന്ധം അല്ല യഥാർത്ഥ ബന്ധം. ആത്മബന്ധമാണ് ഏറ്റവും പരമപ്രധാനമായത്. ഇത് ശാരീരികമായ ബന്ധമാണ്. ഇതിന് നമ്മൾ മറ്റൊരർത്ഥത്തിൽ പറയുന്നു രക്തബന്ധം എന്ന്. ഒരമ്മയുടെ ഉദരത്തിൽ നിന്നും വരുന്നവർ സഹോദരങ്ങൾ. സഹ ഉദരം, ഉദരം എന്ന് പറഞ്ഞാൽ വയറ്, സഹം എന്ന് പറഞ്ഞാൽ കൂടെ. ഒരേ ഉദരത്തിൽ നിന്നും വന്നവർ ആണ് സഹോദരങ്ങൾ. അവരും ആ ദേഹവുമായിട്ട് ബന്ധമില്ല. എന്നാൽ സഹോദരനാവണ്ട അല്ലാത്ത ഒരാളും നമ്മളും തമ്മിൽ ആത്മതലത്തിൽ ബന്ധുവാണ്. ദേഹതലത്തിൽ സഹോദരനായതുകൊണ്ടും ബന്ധുവല്ല. അതാണ് ബന്ധമില്ല ബന്ധുവില്ല സ്വന്തമല്ലൊന്നും. ഇതൊക്കെ എൻ്റെതാണ്, മറ്റതൊക്കെ അന്യൻ്റെയാണ് എന്നൊക്കെ നമ്മൾ കണക്കാക്കുന്നു. ഇവിടെ ഏതാണ് സ്വന്തമായിട്ടുള്ളത്? ഒന്നും സ്വന്തമല്ല. ഈ ശരീരം നമുക്ക് സ്വന്തമാണ് എന്ന് അഭിമാനിക്കാൻ പറ്റുമോ? ഈ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു വസ്തുവിനെ നമുക്ക് നിയന്ത്രണ വിധേയമാക്കാനും സാധ്യമല്ല. സ്വന്തമാണെങ്കിൽ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് അത് പ്രവർത്തിക്കാവൂ. അങ്ങനെ സാധിക്കുന്ന ഒരു സെല്ല് പോലും ഈ ശരീരത്തിലില്ല. ഒരൊറ്റ സെല്ലിനെ പോലും നാം അല്ല ഉണ്ടാക്കിയതും. ഇതിൻ്റെ അധികാരി നമ്മളല്ലതാണ്. നമുക്ക് കുറച്ച് സമയം സൂക്ഷിക്കാൻ വേണ്ടി കയ്യിൽ തന്നിരിക്കുന്ന ഒരു നിധി മാത്രമാണ് നമ്മുടെ ഈ ശരീരവും മറ്റു ബന്ധുമിത്രാദികളും മക്കളും എല്ലാം എന്ന് നമ്മൾ ബോധിക്കണം. അതാണ് ബന്ധമില്ല ബന്ധുവില്ല സ്വന്തമല്ലൊന്നും. ഇതൊന്നും നമുക്ക് സ്വന്തമല്ല.
ബന്ധുവെന്നത് നമ്മൾക്കന്ത്യകാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ്. എന്നാലോചിച്ച് നോക്കൂ. നമുക്ക് ബന്ധു എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് മാത്രമാണ്. അതാണ് എപ്പോഴും നമ്മോടൊപ്പമുള്ളത്. ഇനി അതും നമ്മളും നമ്മൾ അത് നമ്മോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നു. ഈ ഞാനെന്ന് പറയുന്നത് എന്താ വാസ്തവത്തിൽ? അത് തന്നെയാണ്. അത് ബോധിക്കാത്ത കാലം വരെ അത് വേറെ ഞാൻ വേറെ എന്ന് നമ്മൾ ധരിക്കും. നമ്മളും അതും രണ്ടല്ല വാസ്തവത്തിൽ. അതുകൊണ്ടൊന്ന് മനനം ചെയ്ത് നോക്കൂ. ബന്ധമില്ല, ബന്ധുവില്ല, സ്വന്തമല്ലൊന്നും. നമ്മൾ കന്ത്യകാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ്. അന്ത്യകാലത്ത് നമുക്ക് സ്വന്തമായിട്ടുള്ളത് ആത്മാവ് മാത്രമാണ്. അതാണ് നമ്മോടൊപ്പം വരുമ്പോൾ കൂടെയുള്ളത്. അതാണ് നാം അമ്മയുടെ ഗർഭത്തിൽ എത്തിച്ചതും അത് തന്നെ. അവിടെ എത്തിച്ചതിന് ശേഷം അതിന് ശരീരം രൂപാന്തരപ്പെടുത്തിയതും അത് തന്നെയാണ്. പുറത്ത് വന്നപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും അത് തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും താങ്ങും തണലുമായിരിക്കുന്നത്. ഈ ബോധം നമുക്കെപ്പോഴും ഉറച്ചിരിക്കണം. ഇത് ചിന്തനീയമായ ഒന്നാണ്. ബന്ധമില്ല. എനിക്ക് എൻ്റെ അച്ഛനുണ്ട്, ഭർത്താവുണ്ട്, അവരിന്ന വ്യക്തിയാണ്, എൻ്റെ മകനതാണ്, ഇതാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ കണക്കാക്കും. ഇവരൊന്നും വാസ്തവത്തിൽ ബന്ധമില്ല. ബന്ധമില്ല, ബന്ധുവില്ല, സ്വന്തമല്ലൊന്നും. ഒന്നും സ്വന്തമല്ല. നമ്മൾക്കന്ത്യകാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ്. നമുക്ക് ബന്ധു എന്നത് നമ്മുടെ ആത്മാവ് മാത്രമാണ് എന്ന് നമ്മൾ ബോധിക്കണം. ഇത് വീണ്ടും വീണ്ടും നമ്മൾ മനനം ചെയ്യണം. ബന്ധമില്ല, ബന്ധുവില്ല, സ്വന്തമല്ലൊന്നും. നമ്മൾ കന്ത്യകാലം ബന്ധുവെന്നത് സ്വന്തമാത്മാവ്. അരേ